പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ കനത്ത ജാഗ്രതയാണ്. യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അതിർത്തി മേഖലയിലെ ജനങ്ങൾക്ക് സൈന്യം പ്രത്യേക പരിശീലനം നൽകി വരികയാണ്. ബങ്കറുകൾ വൃത്തിയാക്കാനും കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കാനും പ്രാദേശിക സർക്കാരുകൾക്ക് നിർദ്ദേശം ലഭിച്ചു. വെടിയുച്ച നിലയ്ക്കാത്ത ഉറി അതിർത്തിയിൽ നിന്ന് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. यहाँ से LOC वो सामने जंगल है ना, जो आप देखते हो, ये पाकिस्तान का यहाँ कितना दूर है, 10 मिनट का रास्ता है, 12 मिनट पर बस इतना है। पान नाला है कि आगे वो बॉर्डर है, अभी ये फैंसी तार भी लगाई फौज ने। हाँ क्यों नहीं, वो है वो सामने, ये जो पोस्ट है ना वो सामने ये दो, ये इंडिया के हैं, ये गाँव भी इंडिया का है, वो जो पार है जंगल वो पाकिस्तान का। പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ യുദ്ധ സമാനമായ സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടർ TV സംഘം ഇപ്പോൾ ഉള്ളത് ഉറിയിലെ അതിർത്തിയിലാണ്. തില്ലാവാടി എന്ന ഗ്രാമത്തിന് സമീപമാണ് റിപ്പോർട്ടർ TV സംഘം ഉള്ളത്. എനിക്ക് പിന്നിൽ ഈ കാണാം, നമുക്ക് ഫെൻസിംഗ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന ഫെൻസിംഗ് ആണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിബിഡമായ വനമാണ്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകളുണ്ട്. ഒരു വശത്ത് ഇന്ത്യൻ പോസ്റ്റ് കൂടി കാണാനാകുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഉറി ഇന്ത്യൻ പോസ്റ്റിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വെടിവെപ്പുണ്ടായി, പ്രകോപനമുണ്ടായി എന്ന വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്, സൂം ചെയ്ത് കാണുന്നതാണ് ഇന്ത്യയുടെ പോസ്റ്റ് എന്നുള്ളതാണ്. ആർമിയുടെ പോസ്റ്റാണ് ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് പിൻവശത്തായി പാകിസ്ഥാൻ്റെ പോസ്റ്റ് കൂടി കാണാം. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ പോസ്റ്റിലേക്ക് വെടിയുതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പോസ്റ്റുകൾ തമ്മിലാണ് എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില വീടുകളുണ്ട്, അത് അവസാനത്തെ വീടുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്, താഴ്ഭാഗത്ത് കാണുന്നത്. ഇതിനൊപ്പം ഇതിൻ്റെ ഒരു വശത്തു കൂടി ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ ഒരു ഭീതിജനകമായ സാഹചര്യമാണ്. അവിടെ കാണുന്ന ചെറിയ വീടുകൾ കാണും. അത് പാക് അധിനിവേശ കശ്മീരാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്. ആ മഞ്ഞ് മൂടിയ അവിടെയൊക്കെ ചെറിയ വീടുകളുടെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ പാക് അധിനിവേശ കശ്മീരാണ്. പിന്നീട് തിരികെ താഴേക്ക് വന്നാൽ അവസാനത്തെ വീടുകൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഇന്ത്യയുടെ അവസാനത്തെ വീടാണ്, ഉറിയിലെ അവസാനത്തെ ഭാഗമാണിത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രദേശവാസികളും മറ്റും പറഞ്ഞത്. നമ്മൾ പോലീസിൻ്റെയും കരസേനയുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടിയാണ് ഈ ഭാഗത്തേക്ക് വരികയും അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്ക് വലിയ ഭീതിയുണ്ട്. അവർ സ്വന്തം വീടുകളിൽ പേഴ്സണൽ ബങ്കറുകളും ഒപ്പം കമ്മ്യൂണിറ്റി ബങ്കറുകളും എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഷെല്ലാക്രമണമോ മറ്റോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ, ഈ കുട്ടികൾക്കടക്കം അതിന് പ്രത്യേക പ്രായോഗിക പഠന പരിശീലനം നടത്തുന്നു എന്നുള്ളത് സ്കൂളുകളിൽ നമ്മൾ നേരിട്ട് കണ്ടു. ഏതായാലും ബങ്കറുകളിലേക്കൊരു അത്യാഹിത ഘട്ടം വന്നാൽ മാറാനുള്ള എല്ലാ സംവിധാനവുമുണ്ട്. ചില വീടുകൾ നമ്മൾ കണ്ടപ്പോൾ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളുണ്ട്. കഴിഞ്ഞ വർഷവും അതിനു മുൻപൊക്കെ ചില യുദ്ധങ്ങളും ചില സംഘർഷാവസ്ഥയുണ്ടാകുമ്പോൾ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകൾ വരെയുണ്ട്. അതൊക്കെ അവർ ഒപ്പം ഇതിനെ പ്രതിരോധിക്കാനായി ബങ്കറുകൾ വീട്ടിൻ്റെ താഴ്വശത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിലാണ് ഈ അതിർത്തിയിലെ കാഴ്ച എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ ഉറി.